മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി തയ്യാറെടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഇതിനകം 2 തവണ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഒരു തവണ വീണയുടെ തിരുവനന്തപുരത്തെ HDFC ബാങ്കിന്റെ ലോക്കർ തുറന്ന് പരിശോധിക്കുമ്പോഴും വീണയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, വീണയുടെ ഭർത്താവ് കൂടിയായ മുൻമന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് നോട്ടീസ് അയക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വീണയുടെ അക്കൗണ്ടിൽ നിന്ന് പണം വകമാറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടി ഇഡി പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി പോൾ ചേരും. ഡാനി, വീണയ്ക്ക് വീണ്ടും നോട്ടീസ് അയക്കും. അത് നമുക്ക് രണ്ടാമത് ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ അറിയാം. നേരത്തെ തന്നെ വീണ ഹാജരായിരുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട രേഖകൾ ഇതിനകം ഇഡി ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ, വ്യക്തതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടെന്ന് കരുതാമോ? രഞ്ജിത്ത്, നിലവിൽ ആ രീതിയിൽ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം ഈ SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് പിന്നീട് തുടർ നടപടികൾ വളരെ വേഗത്തിലുണ്ടായിരുന്നത്. കാരണം വീണയെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇഡി വിളിച്ചു വരുത്തുകയുണ്ട്. നമുക്കറിയാം, വീണയ്ക്ക് 29-നാണ് വരാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ വളരെ നേരത്തെ തന്നെ അവരെ വിളിച്ചു വരുത്തുകയും ഈ ചോദ്യം ചെയ്യാനായിട്ട് അവരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത് SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് തുടർന്ന് ഓരോ ദിവസവും എന്നോളം ഈ CMRലുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ഇഡിക്ക് മുൻപാകെ എത്തിയിരുന്നു. ഇതെല്ലാം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരണസ് കർത്ത ഇതിന് ജോയിന്റ് MD ആണ്, അദ്ദേഹത്തെ അടക്കം ചോദ്യം ചെയ്തു. അതിന് ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ അക്കൗണ്ട്സ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇഡിക്ക് മുന്നിലേക്ക് എത്തിയത്. ഇതെല്ലാം തന്നെയും ഈ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണയുമായി നടത്തിയ ഇടപാടുകൾ, എക്സാലോജി കമ്പനിയുമായി നടത്തിയ ഇടപാടുകൾ, അത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് തന്നെയാണ് ഇഡി അടിവരയിടുന്നത്. അവർ SFIO റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് തുടർ ചോദ്യം ചെയ്യലിന് വളരെ വേഗം കൂട്ടിയത്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ നടന്നു. ഇനി അതിനുശേഷം വീണ്ടും സമൻസ് അയച്ച ഇവരെ വിളിച്ചു വരുത്താൻ തന്നെയാണ് തീരുമാനം. അതിൽ വീണയുണ്ട്. മറ്റ് ഇതിൽ പെട്ട വീണ്ടും സംശയം തീർക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിന് CMR ഉദ്യോഗസ്ഥരെ കൂടി വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഡിയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിൽ CMR ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നു എന്നത് തന്നെയാണ്. വീണയുടെ കാര്യത്തിൽ സംശയം ബാക്കി ഉത്തരം നൽകാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ പറയാതിരിക്കുകയോ വീണ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്.